പലരും ഇപ്പോൾ വിചാരിക്കുന്നത് അദാനി പോർട്ട് വന്നു, അവിടെ ഇപ്പോൾ 10,000 തൊഴിൽ വരും, അത് എൻ്റെ പിള്ളേർക്ക് കയറി പോകാം, അല്ലെങ്കിൽ എനിക്ക് കയറി പോകാമെന്ന് കുട്ടികൾ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഒരുപാട് പോലെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പിള്ളേരെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾക്ക് 10,000 കണക്കിന് തൊഴിലവസരം, 5,000-ഓളം തൊഴിലവസരങ്ങൾ, 3,000 ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യുവതലമുറയ്ക്ക് വിഴിഞ്ഞത്തിലൂടെ എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മുടേത് മദർഷിപ്പ് വരുന്ന ഒരു പോർട്ടാണ്. ഇന്ത്യയിൽ വേറെ ഇങ്ങനത്തെ ഒരു പോർട്ട് ഇല്ല. അദാനി ഗ്രൂപ്പ് നടത്തുന്ന നിയമനങ്ങൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ പൈലറ്റ് പോലുള്ള ആവശ്യം, ഈ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർ, പിന്നെ ഈ അത്യാവശ്യമുള്ള മെക്കാനിക്കൽ ഇതിൻ്റെ റിപ്പയർ നടത്താനായിട്ട് ഇപ്പോൾ ഡൈവേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഒരു ബോട്ടിന് ഒരു ഷിപ്പ് വരുമ്പോൾ മദർഷിപ്പിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്ന് ഹയർ ചെയ്യണം. നമ്മുടെ പോളിടെക്നിക് ഡിപ്ലോമ കുട്ടികൾക്കൊക്കെ അവസരം കിട്ടുന്ന സാധ്യതകളും. അപ്പോൾ ഇനി അങ്ങോട്ട് പോളിടെക്നിക്കുകാർക്ക് നല്ല കാലമാണെന്നാണോ പറയുന്നത്? ഈ കോഴ്സ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതിന് അപ്പുറത്തേക്കുള്ള ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്? അത് 4-5 ലക്ഷം രൂപ വരും. അതിപ്പോൾ ഇവിടുത്തെ എല്ലാ കോഴ്സിനും ഉണ്ടല്ലോ. കാശില്ലാത്തതിന്റെ പേരിൽ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാനാവാത്ത അവസ്ഥയൊന്നും ഈ മേഖലയിൽ വരില്ല. ഇതിൽ സ്കില്ലാണ് പ്രധാനം. നമസ്കാരം. സമകാലിക സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ MS വേണുഗോപാൽ, റിട്ടയർഡ് ടൂറിസം ജോയിന്റ് ഡയറക്ടർ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. താങ്കൾ ടൂറിസം മേഖലയിൽ നിന്ന് വന്ന ആളാണ്. ടൂറിസമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മേഖല എന്നറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതേക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശരിക്കും വിഴിഞ്ഞം തുറമുഖം ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസ്പെക്റ്റിൽ താങ്കളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതി. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇനി വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിഴിഞ്ഞ യാഥാർത്ഥ്യമായി പലരും പറയുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക തലവര തന്നെ മാറ്റി മറിക്കും, ഇവിടെ വലിയൊരു കുതിച്ചുചാട്ടം, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലത് സംഭവിക്കട്ടെ. പക്ഷേ ഈ സാമ്പത്തികമായ കുതിച്ചുചാട്ടത്തിന് അപ്പുറം തൊഴിൽപരമായിട്ട് എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? എസ്പെഷ്യലി നമ്മുടെ യുവതലമുറയ്ക്ക് വിഴിഞ്ഞത്തിലൂടെ എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? ദെൻ അതിന് വേണ്ടിയിട്ട് അത് ഗ്രാബ് ചെയ്യാൻ അവർ എന്തൊക്കെ കോഴ്സുകൾ പഠിക്കണം? അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്താ തോന്നുന്നത്? വിഴിഞ്ഞത്ത് എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ വല്ലതും ഉണ്ടോ? തൊഴിൽ സാധ്യതകൾ നമ്മുടെ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ വിചാരിക്കുന്നത് അദാനി പോർട്ട് വന്നു, അവിടെ ഇപ്പോൾ 10,000 തൊഴിൽ വരും, അത് എൻ്റെ പിള്ളേർക്ക് കയറി പോകാം, അല്ലെങ്കിൽ എനിക്ക് കയറി പോകാമെന്ന് കുട്ടികൾ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. ശരിക്കും ഈ വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ ഒരു തുറമുഖം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു മെക്കാനിസം? അതാണ് നമ്മുടെ പിന്നെ ജനങ്ങളെ ആരും അറിയിക്കാത്തൊരു കാര്യം. ഇതാണ് ആദ്യം പറയേണ്ടത്. അത് ചോദിച്ചത് വളരെ ഉപകാരം. കാരണം ഒരു പോർട്ടിൻ്റെ പ്രവർത്തനം പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോർട്ട് എന്താണെന്ന് നമ്മുടെ ആളുകൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പോൾ എനിക്കൊരു ജോലി കിട്ടണം പോർട്ടിൽ, അപ്പോൾ പോർട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പോർട്ടിൻ്റെ ഫങ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോർട്ട് അഡ്മിനിസ്ട്രേഷനാണ്. പിന്നെ അതിനകത്ത് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആണ്. അത് പറഞ്ഞാലും പലർക്കും അതിൻ്റെ ഒരു ഐഡിയ കിട്ടില്ല. എങ്ങനെയാണ് പോർട്ട് പ്രവർത്തിക്കുന്നത്? ഒരു പോർട്ട് പ്രവർത്തിക്കുന്നത്, ഇപ്പം നമ്മുടേത് മദർഷിപ്പ് വരുന്ന ഒരു പോർട്ടാണ്. ഇന്ത്യയിൽ വേറെ ഇങ്ങനത്തെ ഒരു പോർട്ടില്ല, ഏക പോർട്ടാണ്. പറയുമ്പോൾ താങ്കൾ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, താങ്കൾ മിനിസ്റ്ററുടെ APS ആയിരുന്നു, തുറമുഖ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾക്ക് മിനിസ്ട്രിയിൽ ആണ് ഈ തുറമുഖത്തിന് വേണ്ടിയിട്ട്, ഈ വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി ശരിക്കുള്ള എഫേർട്ട് എടുത്തത്. മനസ്സിലായി. അപ്പോൾ അന്ന് താങ്കൾ തുറമുഖ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. M.V. രാഘവൻ എന്ന മന്ത്രി എടുത്ത ഇനിഷ്യേറ്റീവ് ഭയങ്കരമാണ്. പക്ഷെ അത് വിജയിച്ചില്ല 90കളുടെ തുടക്കത്തിൽ, 90കളുടെ മധ്യഭാഗത്ത്. പക്ഷേ അച്യുതാനന്ദൻ മിനിസ്ട്രിയുടെ പീരീഡിൽ വളരെ വലിയ എഫേർട്ട് എടുത്തു. മനസ്സിലായി. പറഞ്ഞാൽ നിർമ്മാണോദ്ഘാടനം അന്ന് നടത്തി പോർട്ടിൻ്റെ. മനസ്സിലായി. പക്ഷെ അത് പിന്നെയും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പോർട്ട് വരുന്നതിന് ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ പോർട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിലേക്ക് തന്നെ പോവാം. ഒരു പോർട്ട് എന്ന് പറയുന്നത് ഒരു മദർഷിപ്പ് വരുന്നതിന്, ഒരു മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ വളരെ വലുതാണ്. നമ്മുടെ ആൾക്കാർക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു വലിയ കപ്പൽ എന്നൊക്കെ ഉള്ളത് ആൾ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ ഇത്രയും വരും. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നീളമാണ്. 1 കിലോമീറ്റർ നീളമില്ലാത്ത ഈ മദർഷിപ്പുകൾ കുറവാണ്.
1 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഷിപ്പ്. അതിൻ്റെ അത്രയും അതുപോലെ തന്നെ ഹ്യൂജാണ്. ഹ്യൂജാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറിയ നഗരം അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺഷിപ്പാണ് ഒരു കപ്പൽ. കപ്പൽ അത്ര സ്പേസ് എടുക്കുന്നു ലക്ഷറി ക്രൂയിസർ ആണെങ്കിൽ. പക്ഷേ ഇത് കാർഗോയാണ്. കാർഗോയ്ക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാണല്ലോ 80,000 കണ്ടെയ്നറുകൾ വരും. 80,000 കണ്ടെയ്നറുകൾ വെക്കാനുള്ള സ്ഥലം പോലും ഇന്ന് വിഴിഞ്ഞത്തുണ്ടോ എന്ന് എനിക്ക് സംശയം. അത്രയ്ക്ക് ഹ്യൂജാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ഇത് ഇന്ത്യയിൽ ഇന്ന് വരുന്ന പോർട്ടുകളിൽ നല്ലൊരു ശതമാനവും ശരിക്കും നമ്മുടെ ഈ കാർഗോയിൽ നല്ലൊരു ശതമാനവും പോകുന്നത് ശ്രീലങ്കയ്ക്കും അതുപോലെ തന്നെ ദുബായിക്കുമാണ്. അവിടെ മദർഷിപ്പ് എടുക്കുള്ളൂ. അവിടെ മദർഷിപ്പ് വന്നിട്ട് അവിടെ നിന്ന് ചെറിയ കപ്പലിൽ ഇങ്ങോട്ട് കൊണ്ടിരുന്ന പരിപാടിയാണ് നടക്കുന്നത്. അതായത് വിഴിഞ്ഞത്ത് ഇപ്പോൾ ഒരു കപ്പൽ വന്നു പറഞ്ഞില്ലേ, ഈ കപ്പൽ 1 കിലോമീറ്റർ വരുന്ന ഒരു കപ്പലാണ്. ആ കപ്പൽ എടുക്കുമ്പോൾ ആ കപ്പലിൽ വന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു 10 ചെറു കപ്പലുകളിലേക്ക് മാറ്റുകയാണ്. ചിലത് 15 കപ്പലുകൾ വേണ്ടി വരും. നമ്മൾ കാണുന്ന വിഷ്വലൈസ് ചെയ്യുന്ന കപ്പൽ, അതായത് ഒരു കപ്പൽ ബർത്ത് ചെയ്യുന്നു, മദർഷിപ്പ്. ആ കപ്പലിൽ നിന്നുകൊണ്ട് അതിലിരിക്കുന്ന കണ്ടെയ്നർ കരക്കിറക്കാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുന്നു. അത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിഴിഞ്ഞത്ത് ഇന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. ശരി, ഇതാണ് നമ്മുടെ ഈ വയബിലിറ്റി എന്ന് പറയുന്ന സംഗതി. വയബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം പോർട്ടിന്. ആ വയബിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ ആ പോർട്ടിൽ ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഷിപ്പിൽ റോഡിൽ കൂടെ പോകാനുള്ള സൗകര്യം വേണം. ട്രെയിനിൽ കൂടെ പോകാൻ സൗകര്യം വേണം. കപ്പലിൽ കൂടെ പോകാനുള്ളത് അത് വേണം. ഇൻലാൻഡ് വാട്ടർ റൂട്ടിൽ പോകാനുള്ളത് അതിൻ്റെയും കണക്ടിവിറ്റി നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇതെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ മറ്റൊന്നും കപ്പലുകളിൽ, അതായത് ഫീഡർ കപ്പലിലേക്ക് നമ്മൾ ഈ സാധനം മാറ്റി ചെയ്യുന്നത്. അതായത് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല നമുക്കിന്ന്. മനസ്സിലായി. ഒരു ട്രക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രക്കല്ല. 40 മുതൽ 60 വരെ വീലുകളുള്ള ഒരു ട്രക്കാണ് ഒരു കണ്ടെയ്നർ കൊണ്ടുപോകാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒറ്റ ട്രക്ക് തിരുവനന്തപുരത്തോ നമ്മുടെ ഹൈവേയിലോ ഇറങ്ങിയ ട്രാഫിക് ബ്ലോക്കായി. ഇന്ന് നമുക്ക് അങ്ങനത്തെ റോഡില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ടെലിവിഷൻ ചാനലുകളൊക്കെ ഓരോരുത്തർ വന്ന് അടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അങ്ങ് ഭാവന കൊണ്ട് മൂടുകയാണ്. 10,000 തൊഴിലവസരങ്ങളുണ്ട്. അവസരങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ബാലാരിഷ്ടത അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ഞാൻ അതാ പറഞ്ഞത്, ഇത് തുടങ്ങേണ്ടത് ഇപ്പോഴല്ലായിരുന്നു. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അറിയാമോ? ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ ഈ വിഴിഞ്ഞം പോർട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല ശ്രമം നടന്നതാണ്. സർ CP രാമസ്വാമിയർ ഇതിനു വേണ്ടി ശ്രമം ആരംഭിച്ചതാണ്. അങ്ങനെ ഇരിക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് ഐഡിയ തോന്നിയത് ഈ പാകിസ്ഥാൻ പ്രത്യേകിച്ച് പിരിഞ്ഞു പോകണല്ലോ, അതുപോലെ നമ്മുടെ ട്രാവൻകൂർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിതൊരു നല്ല രാജ്യമാക്കി മാറ്റാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയി ബ്രിട്ടീഷ് അധികാരം കാണുകയാണ്. മൗണ്ട് ബാറ്റനെ അടക്കമുള്ളവരെ കണ്ടിട്ട് ഞങ്ങൾക്കിത് പ്രത്യേക ഒരു രാജ്യമാക്കി തരണം എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കിത് ഇവിടെ രാജ്യമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ കൊച്ചു തിരുവിതാംകൂർ? നിങ്ങൾക്ക് ഒന്നും ആകാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ കുറച്ച് കശുവണ്ടിയുണ്ട്, കയറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, പോർട്ട്. അന്ന് ഈ പോർട്ടുകളൊന്നും സിംഗപ്പൂരില്ല, ശ്രീലങ്കയില്ല, ദുബായി ഇല്ല, ആകെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മൾ മാത്രമായിരുന്നു അന്നത്തെ രാജാവ് ഈ പോർട്ട് തുടങ്ങിയിരുന്നെങ്കിൽ. അന്നത്തെ സ്കോപ്പാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലല്ലേ? അന്ന് ഇത് തുടങ്ങിയിരുന്ന ഈ ലോജിസ്റ്റിക്സും ഈ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമുക്ക് തനിയെ പോയനെ. ഇപ്പം എത്ര വർഷം? 65 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് സിംഗപ്പൂരോ ദുബായോ ആയി നിന്നതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത്. എന്നോടൊരു ഇവിടെ ഞങ്ങൾ അച്യുതാനന്ദൻ മിനിസ്റ്റർ ഇരിക്കുമ്പോൾ ഞങ്ങളിവിടെ ഒരു കൺസോർഷ്യം നടത്തി. കൺസോർഷ്യം എന്ന് വെച്ചാൽ ഈ പോർട്ട് ആരും എടുക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ വരാൻ വേണ്ടിയിട്ട് മസ്കറ്റ് പോർട്ടിൽ ഫ്രാങ്ക്ഫർട്ട് പോർട്ടിൽ നിന്നും, ദുബായ് പോർട്ടിൽ നിന്നും, ശ്രീലങ്കൻ പോർട്ടിൽ നിന്നും, ഓസ്ട്രേലിയൻ പോർട്ടിൽ നിന്നും, ന്യൂസിലാൻഡിൽ നിന്നൊക്കെ പിന്നെ ആംസ്റ്റർഡാമിൽ നിന്ന്, ഫ്രാങ്ക്ഫർട്ടിൽ നിന്നൊക്കെ ആൾ വന്നു. അപ്പോൾ അതിൽ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വന്ന ഒരു സാഹിബ്, അവിടെ പോർട്ട് നല്ല പോർട്ടാണ്. ആ സാഹിബ് ഈ മാരിടൈം ഇൻഡസ്ട്രിയിൽ കടുവറുത്ത ആളാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെക്കറിയാം. അദ്ദേഹം ഇത് കണ്ട് എന്നെ തോളെ കൈയിട്ടുണ്ടെന്ന് എന്നോടത്ത് എന്ന് പറഞ്ഞത്, ഡിയർ, നിങ്ങൾ വളരെ താമസിച്ചു പോയി. ഇന്നും ഇന്നലെ ഒന്നും അല്ല തുടങ്ങേണ്ടിയിരുന്നത്. അത് പറയുന്നത് 2010 അതും കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത് ആക്കിയത്.
ഇത് നിങ്ങൾ തുടങ്ങേണ്ടത്, നിങ്ങൾ ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അറബികൾ ഈ മണലാരണ്യത്തിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് നടന്ന് ജീവിതം പാഴാക്കി. താഴെ സ്വർണ്ണഖനി പെട്രോളിയം കിടക്കുകയാണ്, ഇതവർ അറിഞ്ഞില്ല. അതുപോലെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളൊരു 10-60 വർഷം മുമ്പേ ഈ സാധനം നിങ്ങൾ ഇന്ത്യൻ ഓഷൻ്റെയും പസഫിക് ഓഷൻ്റെയും അറ്റ്ലാന്റിക്കിൻ്റെയും രാജാവായിരുന്നു. കാരണം പസഫിക് ഓഷനും ഇന്ത്യൻ ഓഷൻ്റെയും പസഫിക് ഓഷൻ്റെ അറ്റ്ലാന്റിക് ഓഷൻ്റെയും നടുക്കാണ് ഇന്ത്യൻ ഓഷൻ വരുന്നത്. അപ്പോൾ ഇത് ഈ ഇന്ത്യൻ ഓഷനിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ഈ വ്യാപാരം സാധ്യമല്ല. ഈവൻ ഇപ്പം യുദ്ധം പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ അമേരിക്കയൊക്കെ നമ്മളെ കിടന്ന് പിടിക്കുന്നത്, റഷ്യ നമ്മളെ കിടന്ന് പിടിക്കുന്നത്, ചൈന നമ്മളായിട്ട് ഇറുക്കുന്നത് കൊണ്ടാണ്. കാരണം ഇന്ത്യ ആർക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആ മാപ്പ് എടുത്ത് നോക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇത് തള്ളലാണ് നമ്മുടെ ഇത്. ആഫ്രിക്ക കിടക്കുന്ന പോലെ തന്നെ ഏതാണ്ട് നമ്മൾ ഇങ്ങോട്ട് തള്ളി കിടക്കുക. ആഫ്രിക്ക അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ഈ പസഫിക്കിൻ്റെയും അറ്റ്ലാന്റിക്കിൻ്റെയും പിന്നെ അവർക്ക് രണ്ടുപേർക്ക് ആക്സസ് വേണമെങ്കിൽ നമ്മൾ വേണം. ഇപ്പം ഇന്ത്യയുടെ സ്ഥാനം അത് പല വാർ എക്സ്പേർട്സും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഓഷൻ കൈയടക്കാതെ ഒരു മഹായുദ്ധവും ആർക്കും ജയിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ഏതായാലും വൈകിയ വേളയിൽ നമ്മളിപ്പോ ഇങ്ങനെ എത്തി യാഥാർത്ഥ്യമായി. പക്ഷെ നമ്മൾ ഒരുപാട് വൈകിപ്പോയി. ഈ വൈകിയതിന്റെ ബാലാരിഷ്ടത നമ്മുടെ ഉണ്ട്. അതുകൊണ്ടാണ് അനന്ത സാധ്യതകൾ എന്നൊക്കെ ആള് വീമ്പിളക്കുമ്പം ഇത്രയും സാധ്യതകൾ പറയുന്ന അനന്ത സാധ്യത ഇപ്പോൾ ഇല്ല. ഡയറക്റ്റ് ജോബിന്, ഇൻഡയറക്റ്റ് ജോബിന്, എന്റർപ്രണോറിയൽ ജോബിന്, കൊമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക്, ഇൻവെസ്റ്റ്മെന്റിന്, പിന്നെ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന്, വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും ഒക്കെ സ്കോപ്പുണ്ട്. നമുക്കിതിനെ ചുരുക്കി ഡയറക്റ്റ് ജോബ്, ഇൻഡയറക്റ്റ് ജോബ് അങ്ങനെ രണ്ട് എൻറ്റിറ്റി ആക്കാം. ഇതിൽ ഡയറക്റ്റ് ജോബ് എന്ന് പറയുന്ന സംഗതികളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് ഏതെങ്കിലും വിദേശ എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിൽ പോയി സെറ്റിൽ ആവാൻ ശ്രമിക്കുന്നു. അവർക്കൊക്കെ ഈ ഒരു സാഹചര്യം വിട്ടിട്ട് നാളെ നമ്മുടെ സ്വന്തം നാട്ടിൽ അപ്പനോടും അമ്മയോടും ഒപ്പം നിന്ന് ജീവിക്കാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ, അതിന് വിഴിഞ്ഞത്ത് എന്താണ് സാധ്യത? നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 2 ലക്ഷത്തോളം കുട്ടികളാണ് ഇവിടുന്ന് പോയത്. 5 ലക്ഷത്തിനടുപ്പിച്ച് കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ ചേരുന്നത്. അതിൽ 2 ലക്ഷം കുട്ടികൾ നാട് വിട്ടു. 18 വയസ്സിനകം. ഇതൊരു ഭീകരമായ ഇറോഷനാണെന്ന് ആലോചിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിഴിഞ്ഞം വളരെ പ്രസക്തമാണ്. ഈ നാട്ടിൽ നിൽക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉള്ളതാണ്. അതിലാദ്യം ഡയറക്റ്റ് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും താല്പര്യം ഇതാണല്ലോ, ഈ ഒരു കമ്പനി ചേരുക, അല്ലെങ്കിൽ സർക്കാരിൽ ചേരുക, ഈ മാസപ്പടി ജോലി ചെയ്യുക, ശമ്പളം വാങ്ങി ആ ജോലിക്കുള്ള സ്കോപ്പ് ഞാൻ പറയാം. ആ ജോലിക്കുള്ള സ്കോപ്പ് ലിമിറ്റഡ് ആണ്. അവിടെയാണ് നമ്മൾ ഈ പിന്നെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇപ്പോൾ ഒരുപാട് പോലെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പിള്ളേരെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾക്ക് 10,000 കണക്കിന് തൊഴിലവസരങ്ങൾ, 5,000-ഓളം തൊഴിലവസരങ്ങൾ, 3,000 ഇപ്പോൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഔട്ട്സോഴ്സിങ് വന്നുപോയി. എയർപോർട്ട് പോലെയാണ്, സീ പോർട്ടുകൾ ഔട്ട്സോഴ്സിങ് ആണ്. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ തൂത്തുക്കുടി പറഞ്ഞാൽ, തൂത്തുക്കുടിയിൽ ഒരു 5 വർഷം ഒരു 5-8 വർഷം മുമ്പേ 4,600-ഓളം എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്നറിയുമോ, വെറും 450 എംപ്ലോയീസേ ഉള്ളത്. പിരിച്ചുവിട്ടു. പല പിരിഞ്ഞു പോയവരുണ്ട്, പല വിധത്തിൽ മാറിപ്പോയവരുണ്ട്. ജോലികളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തപ്പോൾ സ്ഥിരം ജോലിക്കാർക്ക് സ്കോപ്പില്ല. അത് അവരെങ്ങനെയെങ്കിലുമൊക്കെ അത് ഗ്യാപ്പ് അറേഞ്ച് ചെയ്ത്. പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇവിടെ ആയാലും ഇപ്പോൾ ഡയറക്റ്റായിട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗമായില്ലെങ്കിലും ഈ പറയുന്ന ഔട്ട്സോഴ്സ് മെക്കാനിസത്തിലൂടെ അതിന്റെ ഭാഗമാണ്. ഡയറക്റ്റ് വരുന്നതിലൊന്ന് പറഞ്ഞിട്ട് പോകാം, അത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അതായത് ഒരു ഷിപ്പ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ ഒരു ഷിപ്പ് വരും, അതൊന്നും ജനം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ മാത്രമല്ല, രക്ഷാകർത്താക്കൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു ഷിപ്പ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളൊരു പറഞ്ഞ 1 കിലോമീറ്ററുള്ള ഒരു ജൈജാന്റിക് ഷിപ്പ് നിറച്ച് ഇപ്പോൾ ഇവിടെ വന്നതുപോലെ തന്നെ കണ്ടെയ്നേഴ്സുമായിട്ട് വരികയാണ്. ഈ കണ്ടെയ്നർ വെക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല വേറെ. അപ്പോൾ ഈ ഷിപ്പ് വന്നാൽ ഇത് ഔട്ടറിൽ നിൽക്കുകയുള്ളൂ, മനസ്സിലല്ലേ? കാരണം ഈ ക്യാപ്റ്റന് ഔട്ടർ വരെ നിൽക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഒരു ഷിപ്പ് പോകും. അതിൽ അയാളുടെ പേര് പൈലറ്റ് എന്നാണ്. ഷിപ്പ് ഓടിച്ചോണ്ട് വരേണ്ട ആളാണ്. ക്യാപ്റ്റൻ മദർഷിപ്പിൽ ഇരിക്കും. ഇവിടുന്ന് പോകുന്ന ആള് പൈലറ്റാണ്. ശരി, അത് ക്യാപ്റ്റൻ തന്നെയാണ്, മനസ്സിലായില്ലേ? ഈ ക്യാപ്റ്റന്റെ ജോലി ഇദ്ദേഹം ഏറ്റെടുക്കും. കാരണം ഇയാൾക്ക് ഇതിനകത്തോട്ട് കയറി വരാൻ പെർമിഷൻ ഇല്ല.
ഓ. ഇയാൾ അവിടെ റിട്ടയറിംഗ് റൂമിലേക്ക് പോകണം. എന്നിട്ട് ഈ പൈലറ്റാണ് ഈ ഷിപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. ശരി. ഇപ്പോൾ പിന്നെ യൂറോപ്പിൽ നിന്ന് വന്നൊരു ഷിപ്പാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന ഷിപ്പാണ്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വന്ന ഷിപ്പാണ്. ഈ ഷിപ്പിൽ ചൈനക്കാരനെ മാറിയിക്കാൻ പറയും. അയാൾ പിന്നെ എങ്ങോട്ടാ പോകും? ആ കപ്പലിനകത്തുള്ള തന്നെ റെസ്റ്റ് എടുക്കും. അത് പിന്നെ ഇവിടെ വന്നിട്ട് ലാൻഡിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരും. അയാൾക്ക് വേറെ പണിയുന്നു. അപ്പൊ ഇതിന്റെ ഫുൾ ചാർജ് അന്നേരം മുതൽ ആരാ? നമ്മുടെ നാട്ടിലെ അദാനി പോർട്ടിലെ പൈലറ്റിനാണ്. ഓ, ഈ പൈലറ്റിനെ അദാനി ആയിരിക്കും നിയമിക്കുക. അപ്പൊ അവിടെ അദാനി സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്കോപ്പുകളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ അദാനി പൈലറ്റ് പോയി അവിടുന്ന് പിടിച്ചോണ്ട് വരും. കപ്പലിനെ കൊണ്ടുവന്ന് നമ്മുടെ ബർത്തി കയറ്റും. നമ്മുടെ ബർത്തി കയറ്റുന്നത് വരെ അയാളുടെ ജോലിയാണ്. ബർത്തി കയറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളുടെ പണി തീർന്നു. അയാൾക്ക് വണ്ടി ഓടിക്കുന്ന പണിയേ ഉള്ളൂ. അയാൾ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ, അവരാണ് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതായത് ഇതിൽ ട്രാഫിക് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അവരാണ് പിന്നെ വന്നിട്ട് ഈ കാർഗോയുടെ ട്രാൻസ്ഫറുകൾ നടത്തുന്നത്. അപ്പോൾ ഈ 3 വിഭാഗങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാർഗോ കൈകാര്യം ചെയ്ത ട്രാഫിക്കുകാരാണ്. അപ്പോൾ ഈ പൈലറ്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ പിന്നെ ട്രാഫിക്കിൻ്റെ കയ്യിലാണ്. അവരാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവ്. ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും, ഇതിനൊരു ചെറിയ കേട് വന്നാൽ, അല്ലെങ്കിൽ ഇതിനകത്തൊരു കാർഗോ നശിച്ചാൽ അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ആ ടീമാണ്. ഇവരാണ് ഇതിലെ ക്രെയിനിലൂടെ ഇതിനെ കരക്കെത്തിക്കുക, അല്ലെങ്കിൽ അടുത്ത ലോഡിംഗ് അൺലോഡിംഗ് പരിപാടി. ഇതെല്ലാം ഇപ്പം ഓട്ടോമേറ്റഡ് ആണ്, മെഷീൻസ് ആണ്. ക്രെയിൻ പോലും അല്ലെങ്കിൽ സെമി ഓട്ടോമേറ്റഡ് എങ്കിലുമാണ്. ഇതൊന്നും ഓടിക്കാനൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫേർട്ടൊന്നും അവിടെ എടുക്കേണ്ട കാര്യം വരുന്നില്ല. എല്ലാ യന്ത്രങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ്. എല്ലാവരും മേൽനോട്ടം മാത്രമാണ് മനുഷ്യൻ്റെ ജോലി. അതെ. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻകാർ അത് പറ്റില്ല, ഞങ്ങൾക്ക് മാൻ പവർ ആണ് പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പോർട്ട് തകർന്നു, ഇടപാട് തീർന്നു. കാരണം ഈ ഷിപ്പ് 5 മിനിറ്റ് ഇവിടെ ഡിലേ വന്നാൽ നാളെ ഈ ഷിപ്പ് വരും എന്ന് വിചാരിക്കണ്ട. ഇതിന് ഇന്റർനാഷണൽ ടൈം ഉണ്ടെന്നേ. ഇത്ര കാർഗോ ഇറക്കുന്നതിന് ഇത്ര സമയം. അങ്ങനെയൊക്കെ ഉണ്ട്. ആ സമയത്ത് കൂടുതലെടുത്ത അവരെ ഈ ഒരു സമയത്തിന് വില, അവന്റെ റൂട്ടിന് വില, അവനടിക്കുന്ന ഫ്യൂവലിന് വില, ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇത് ഡിലേ ചെയ്യാതെ സാധനം ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പോഴേ ഇവരെ പറഞ്ഞു വിടണം. അപ്പൊ ഇത് കണ്ടെയ്നർ നമ്മുടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുക, ഇല്ലെങ്കിൽ അടുത്ത ട്രാൻസ്ഷിപ്മെന്റിലേക്ക് മാറ്റുക, ഇതങ്ങ് പോവുക. ഈ ജോലി ആണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഉള്ളത് സെക്യൂരിറ്റിയാണ്. അതിൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റി, അത് CSF ആണ്. പിന്നെ ഇതിന്റെ വേറൊരു സെക്യൂരിറ്റി ഉണ്ട്, അത് ഫയർ മറ്റോ അങ്ങനത്തെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി വിഭാഗം. ഇതിലേക്കാണ് നമുക്ക് ജോലി സാധ്യത ഉള്ളത്. പിന്നെ ഇതിനകത്ത് പറയാൻ വിട്ടു ഒരു കാര്യം വെച്ചാൽ 2 വിങ്ങൾ, സിവിൽ, മെക്കാനിക്കൽ, ഭയങ്കര സ്കോപ്പാണ്. ഈ കപ്പലുകൾ ഇവിടെ വന്നു പോകുന്നു, കപ്പലിൻ്റെതായ ജീവനക്കാരൊക്കെ ഉണ്ടാവും. ഈ പോർട്ടിൽ ഇവിടെ വരുന്ന കപ്പലുകൾക്ക് താങ്കൾ പറഞ്ഞ സമയത്തിനാണ് വില. കൃത്യസമയത്ത് കപ്പൽ വന്നു കഴിഞ്ഞാൽ ചരക്ക് നീക്കം കൃത്യസമയത്ത് നടത്തി പൂർത്തിയാക്കി യഥാവിധി എല്ലാം കഴിഞ്ഞ് മടക്കി അയക്കണമെങ്കിൽ ഇവിടെ കുറേയധികം സ്റ്റാഫ് വേണം. അപ്പൊ ഏതൊക്കെ മേഖലകളിലായിരിക്കാം അദാനി ഗ്രൂപ്പ് നിയമനങ്ങൾ നടത്തുക? അദാനി ഗ്രൂപ്പ് നടത്തുന്ന നിയമനങ്ങൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ പൈലറ്റ് പോലുള്ള ആവശ്യങ്ങൾ, ഈ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർ, പിന്നെ ഈ അത്യാവശ്യമുള്ള മെക്കാനിക്കൽ ഇതിന്റെ റിപ്പയർ നടത്താനായിട്ട് ഇപ്പോൾ ഡൈവേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഒരു ബോട്ടിന് ഒരു ഷിപ്പ് വരുമ്പോൾ മദർ ഷിപ്പിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്ന് ഹയർ ചെയ്യാണ്. അവർക്ക് അദാനി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ ഡ്രൈവർ ഉണ്ട്, അയാൾ പോയി. അതായത് ഇവര് കുറെ ആൾക്കാരെ റിസർവ് ആക്കി വെച്ചേക്കും. റിപ്പയറിംഗ് വിങ് ഉണ്ട്, റിപ്പയറിംഗ് വിങ് കാണും. അത്യാവശ്യമായ റിപ്പയറുകൾ മറൈൻ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവസരങ്ങളുണ്ടാവും. അത് മെക്കാനിക്കൽകാരുണ്ട്. അതിൽ ഏറ്റവും ലോവർ വെൽഡർ, ഫിറ്റർ, റണ്ണർ പോലെയുള്ള വരെയൊക്കെയുള്ള നമ്മുടെ പോളിടെക്നിക് ഡിപ്ലോമ കുട്ടികൾക്കൊക്കെ അവസരം കിട്ടുന്ന സാധ്യതകളും. അപ്പൊ ഇനി അങ്ങോട്ട് പോളിടെക്നിക്കുകാർക്ക് നല്ല കാലമാണെന്നാണോ പറയുന്നത്? ഇടയ്ക്ക് വെച്ച് പോളിടെക്നിക്കിന് അദാനി പോർട്ടിൽ കിട്ടുമെന്ന് വിചാരിക്കേണ്ട, ഈ ഔട്ട്സോഴ്സിംഗ് വരും. മനസ്സിലായി. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു അദാനി പോർട്ട് അദാനി നേരിട്ട് നിയമിച്ചില്ലെങ്കിലും അദാനിക്ക് വേണ്ടിയിട്ട് വെൻഡേഴ്സ് ഉണ്ടാവും. ആ വെൻഡേഴ്സിന്റെ ഭാഗമായി ആ വെൻഡേഴ്സിന്റെ ജോലി ഇവർക്ക് കിട്ടും. നമ്മുടെ കുട്ടികൾക്ക് പോളിടെക്നിക് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ക്ഷീണാവസ്ഥയിലായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിക്കാൻ ആൾക്കാരില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് നോക്കുകയാണെങ്കിൽ പോളിടെക്നിക്കിൽ അത്യാവശ്യം കുട്ടികളൊക്കെ, എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജുകളിലൊക്കെ കുട്ടികൾ ഫില്ല് ആവുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ വിഴിഞ്ഞത്തിന്റെ സാധ്യത കണ്ടുകൊണ്ടാണ് ഡിപ്ലോമ നമ്മുടെ കേരളത്തിൽ ഒരു പോളിടെക്നിക് പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഫിറ്റർ താങ്കൾ പറഞ്ഞ ടെക്നിക്കൽ ടൈപ്സ് അത്തരം കോഴ്സുകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുണ്ട്. പക്ഷേ ഈ പോർട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടേ ഇത്തരം കോഴ്സുകൾ കൂടെ നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു. നമുക്കില്ല, എവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്തൊരു സ്കിൽ ഗ്യാപ്പ് ചലഞ്ച് എന്ന് പറയും. എന്താണത്? ഏത് ഇൻഡസ്ട്രി തുടങ്ങിയാലും അതിന് സ്കിൽ ഗ്യാപ്പ് ചലഞ്ച് ഉണ്ട്. അതായത് നമ്മളൊരു എയർപോർട്ട് തുടങ്ങി, ആ എയർപോർട്ട് തുടങ്ങാനുള്ള സ്റ്റാഫിനെ നമ്മൾ
കേരളത്തിൽ നിന്ന് ജോലിക്ക് എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പോയി കൊടി പിടിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ എക്സ്പെർട്ട് ഞങ്ങളുടെ ഉണ്ട്, എടുത്തോന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റണം. ടൂറിസം തുടങ്ങി. ടൂറിസത്തിൽ ആ സ്കില്ലിനുള്ള ആൾക്കാർ വേണം. നമ്മൾ ഇപ്പോൾ നാളെ പെട്രോളിയം നമ്മൾ ഉണ്ടെന്ന് പറയുന്നു. നാളെ പെട്രോളിയം ഇൻഡസ്ട്രി ഇവിടെ വരികയാണെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് കവർ ചെയ്യാനുള്ള സ്കിൽ ഗ്യാപ്പ് ചലഞ്ച് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മുടെ ആളുകളെ എക്വിപ്ഡ് ആക്കി എടുക്കണം. നമ്മുടെ മാൻ പവറിലെ UK യിലും കാനഡയിലും ഒക്കെ ആയപ്പോൾ അതെവിടെയാ അറിയാവുന്നവൻ എവിടെയെങ്കിലും പോയി ഇത് ടൈംലി ആയിട്ട് നമുക്ക് വേണമെന്നേ. പണി അറിയാവുന്നവൻ കണ്ട നാട്ടിൽ പോയി പണിയെടുക്കും. കണ്ട നാട്ടിൽ പോയി, അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അപ്പൂപ്പന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവർക്കറിയായിരിക്കും, അവരവിടെ ആയിരിക്കും. ഒരു മക്കളെങ്കിൽ പോരെ, ഞാനിവിടെ മറൈൻ എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ഇവിടെ ഉണ്ട്, അത് അടിപൊളിയാണ്, അത് പഠിച്ചിറങ്ങി നീ മറൈൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഞാനൊരു സ്ഥലത്ത് ഒപ്പിച്ചു തരാതെ കഴിഞ്ഞാൽ നിന്റെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. ഈ കോഴ്സ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതിനപ്പുറത്തേക്കുള്ള ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്? അത് 4-5 ലക്ഷം രൂപ വരും. അതിപ്പോ ഇവിടുത്തെ എല്ലാ കോഴ്സിനും ഉണ്ടല്ലോ. 4-5 ലക്ഷം രൂപ. അതായത് ബിടെക് കോഴ്സുകളാണ്. ബിടെക് കോഴ്സുകൾ, മറൈൻ എഞ്ചിനീയറിംഗ് ബി എന്നൊക്കെ പറഞ്ഞാണ്. തമിഴ്നാട്ടിലൊക്കെ ബി ആണ്. അപ്പൊ ഈ കോഴ്സുകളുണ്ട്. ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഡിപ്ലോമ കോഴ്സ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലില്ല, പക്ഷേ എവിടെയുള്ള നമ്മുടെ തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലുണ്ട്, തൂത്തുക്കുടിയിലുണ്ട്, മാംഗ്ലൂരുണ്ട്, കോയമ്പത്തൂരുണ്ട്, ചെന്നൈയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്, കൽക്കട്ടയിലുണ്ട്, നോയിഡയിലുണ്ട്, കണ്ടിലയുണ്ട് ഗുജറാത്തില്, ബോംബെയിലുണ്ട്, ഗോവയിലുണ്ട്, പിന്നെ കർണാടകയിൽ പല സ്ഥലത്തും ഉണ്ട്, ബാംഗ്ലൂരുണ്ട്. ഡിപ്ലോമ കോഴ്സ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ്. നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട് കൊച്ചിയിലെ, അതായത് ഈ മറൈൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സുകളുണ്ട്. അത് കൊച്ചിയിൽ ആ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് ഒക്കെ ലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണെന്നാണോ അതോ? ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് അല്ല, നമുക്ക് ഇവിടെ ട്രെയിൻ ചെയ്യാനുള്ള കുട്ടികൾ ആവശ്യമുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ എന്ന് പോർട്ട് വിഷ്വലൈസ് ചെയ്തോ അന്ന് ഈ കോഴ്സുകൾ ഇവിടെ ആരംഭിക്കേണ്ടതാണ്, നേരത്തെ തുടങ്ങേണ്ടതാണ്. ഒരു കോഴ്സ് തുടങ്ങി ഇന്നലെ ഞാൻ അറിഞ്ഞു. വിഴിഞ്ഞങ്കാരി തന്നെ, അതായത് നമ്മുടെ കമ്പനി. എന്താ കോഴ്സ്? ആ കോഴ്സ് അതെന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടത്തേക്ക് വേണ്ട തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു കോഴ്സ് ഉണ്ടാകുന്ന നമ്മുടെ ദിവ്യ സായിയുടെ പിന്നെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു. ആണോ? അല്ല, ഇത് വളരെ ഗുണകരമാണ്. വേറൊരു കാര്യം കേൾക്കുന്നേ, അതായത് ഇപ്പൊ അദാനി ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യൻ ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അദാനി പോർട്ട്. ഇവരിവിടെ വന്നിട്ട് ഈ പണി മുഴുവൻ നോർത്ത് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നൊരു വാദം അല്ലെങ്കിൽ ഒരു സംശയം എന്തുകൊണ്ടാണ്? സ്കിൽ ഗ്യാപ്പ് ചലഞ്ച് നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ പണിക്കാരില്ലാത്തത് കൊണ്ട്. പണിക്കാരില്ലെങ്കിൽ ഇതിന് അതാ ഞാൻ പറഞ്ഞ ഈ ഷിപ്പിന്റെ ട്രാൻസാക്ഷൻ ഡീലിങ്സ് എന്ന് പറയുന്ന ടൈം, മാരിടൈം എന്ന് പറയുന്നത് ശരിക്കും ടൈമാണ് അതിനകത്ത് പ്രധാനം. മനസ്സിലായില്ലേ? മാരിടൈമിന്റെ അർത്ഥം ടൈം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ആ മാരിടൈമിൽ ടൈം ഭയങ്കര പ്രധാനമാണ്. മനസ്സിലായി. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഷിപ്പ് വരുന്ന ആ റൂട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞത്തിന് പ്രാധാന്യം വന്നത്. ഒന്ന്. രണ്ടാമത്തെ പ്രാധാന്യം ഡെപ്ത്. ഇന്റർനാഷണൽ സീ റൂട്ടിനോട് അത്ര അടുത്ത് കിടക്കുന്നത്. ഇതൊന്നും ഈ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വരുന്ന സാധനം ഒന്ന് മൂവ് ചെയ്യണമെങ്കിലേ ഭയങ്കര പാടാണ്. ഇതൊക്കെയാണ് ഡിനോസർ മൂവ് ചെയ്യുന്നത് പണ്ടത്തെ ജൈജാന്റിക് ആയിട്ടുള്ള മെഷീൻസ്, ജൈജാന്റിക്കുള്ള സാധനമാണ്. അല്ല, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് താങ്കൾ അധികവും പറഞ്ഞത്. അപ്പൊ ഇതിൽ കൂടുതലും കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകണം. ഇന്ത്യയിൽ ഞാൻ നോക്കിയപ്പോൾ 72 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എല്ലാം നല്ല പറഞ്ഞു. ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? നമ്മുടെ ഒരു സാധാരണക്കാരന്റെ കുട്ടിക്ക് വളരെ ഒരുപാട് വീട് മുഴുവൻ പണയം വെക്കാത്ത രീതിയിൽ മറൈൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളാണ് നമ്മുടെ കൊച്ചിയിലുണ്ട്. അവിടെ പക്ഷേ സീറ്റുകൾ ലിമിറ്റഡ് ആണ്. പിന്നെ ചെന്നൈയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, അതായത് ഈ ചുറ്റോട്ടത്തൊക്കെ തന്നെ പോയി മുംബൈയിലുണ്ട്, നോയിഡയിലുണ്ട്. അപ്പൊ ഇത്തരം ഗവൺമെന്റ് ഈ കോഴ്സുകളൊക്കെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കോഴ്സുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ സാധാരണ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ പഠിക്കാനായിട്ട് വിദ്യാഭ്യാസ വായ്പയും മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്തരം കോഴ്സുകൾക്കൊക്കെ എങ്ങനെയാണ് ഈ ബാങ്കുകൾ വായ്പ കൊടുക്കും? ബാങ്ക് പറഞ്ഞ വായ്പ കൊടുക്കും, ഉറപ്പാണ്. പിന്നെ കാരണം ഇത് പാസ്സായാൽ കാശില്ലാത്തതിന്റെ പേരിൽ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാനാവാത്ത അവസ്ഥയൊന്നും ഈ മേഖലയിൽ വരില്ല. സ്കില്ലാണ് പ്രധാനം. മാത്രമല്ല ഈ മെഡിസിൻ പോലെ വലിയ ലക്ഷങ്ങൾ കോടികളുടെ ഇടപാടൊന്നുമില്ല. അത്യാവശ്യം ലക്ഷങ്ങൾ ഉണ്ടാവും, 4 ലക്ഷം രൂപ മറൈൻ എഞ്ചിനീയറിംഗ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തുകയ്ക്ക് പഠിക്കാം. ഈ പറയുന്ന മേഖലകളിൽ പഠിക്കാം. ഇത് ഡയറക്ട് മേഖലയിലെ കാര്യം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, അതോ ഇനി അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ? മെക്കാനിക്കൽ, സിവിൽ, ഇത് പറഞ്ഞ പോലെ. പിന്നെ ഈ സോളാറിന്റെ ഇപ്പൊ സോളാർ സിസ്റ്റം ആണല്ലോ, സോളാറിന്റെ എക്സ്പെർട്ടിന് വരെ അതിനകത്ത് സ്കോപ്പ് ഉണ്ട്, അതിന്റെ ടെക്നീഷ്യൻ വരെ സ്കോപ്പ്. നമ്മൾ സോളാർ കേരളത്തിൽ ഇപ്പം വ്യാപകമായിട്ട് വരികയാണ്, പല ടെക്നീഷ്യൻസും ഉണ്ട്, അവർക്കൊക്കെ സ്കോപ്പ് ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ വിങ് ഉണ്ട്, അതിൽ സ്കോപ്പ് ഉണ്ട്.
റേഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ സ്കോപ്പ് ഉണ്ട്. റേഡിയോ ആൻഡ് ടെലിവിഷൻ പഠിച്ചവർക്കൊക്കെ അതിനകത്തൊക്കെ ആ ഓരോ സ്കോപ്പുകളുണ്ട്. ചില ഏതൊരു മേഖലയിൽ നോക്കിയാലും ചില ഗ്ലാമർ പോസ്റ്റുകളുണ്ടാവും. ഇപ്പോൾ പോലീസിൽ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ, ഇപ്പൊ ആ ഒരു പഴയ ഒരു ഗ്ലാമറിന് ലേശ ഇടിവ് വന്നിട്ടുണ്ടെങ്കിലും സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു മാന്യമായ അന്തസ്സുള്ള ഒരു പദവി. അതേപോലെ ഈ മറൈൻ മേഖലകളിൽ ഇപ്പൊ നമുക്ക് എല്ലാവരും പറഞ്ഞ കപ്പിത്താൻ, ഈ കപ്പിത്താൻ എന്ന് പറയുന്നത് സീമാനാണ്. അതായത് 17 വയസ്സ് 18 വയസ്സാകുമ്പോൾ എടുക്കും ക്യാപ്റ്റൻ എന്ന ക്യാപ്റ്റനാണ്. ഒരു കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ, കപ്പലിന്റെ ഡ്രൈവർ എന്ന് തന്നെ നമുക്ക് തമാശക്ക് പറയാം. ആകണമെങ്കിൽ ഏത് പഠിക്കണം, എന്ത് പഠിക്കണം? മറൈൻ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണം. എന്താ കഴിഞ്ഞ് എത്ര നാളെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം പഠിച്ചത്? ആദ്യം സീമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് വരിക. സീമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരാണ്. ശരി, 16, 17, 18 വയസ്സായ പിള്ളേരാണ് അവരെടുക്കുന്നത്. ആ തസ്തികയിലാണ് കയറുന്നത്. ഇവർക്കൊക്കെ ശമ്പളം എന്തുണ്ടാവും? ശമ്പളം അനന്തമാണ്. ഇപ്പൊ നല്ലൊരു പിന്നെ ഈ മദർഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞാൽ 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ഈസി ആയിട്ട്. ആണോ? വളരെ മോശമായ ഈ തുടക്കക്കാർക്കൊക്കെ എന്താ പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഈ പറയുന്ന സീമാൻ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പ്രതീക്ഷിക്കാം. ഇതിനേക്കാൾ ഇവരുടെ അവിടെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ എക്കണോമിക്ക് സഹായകരമാകും വിധം അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇവർക്കുള്ള പ്രത്യേകത അറിയാം. ഇപ്പൊ ക്യാപ്റ്റൻ 6 മാസം ജോലി ചെയ്താൽ മതി. 6 മാസം വീട്ടിൽ 6 മാസം വീട്ടിൽ ഇരിക്കാം. സുഖമാണല്ലോ, നല്ല പണിയല്ലേ. എന്നിട്ട് ഫുൾ ശമ്പളം കിട്ടുകയാണ്. ഫുൾ ശമ്പളം കിട്ടി. ലീവ് എടുക്കാൻ ഈ 6 മാസം ഇവര് ലോകം ചുറ്റി കറങ്ങുകയും ചെയ്യും. ലോകം ചുറ്റി കറങ്ങും. അപ്പൊ അത് നല്ല ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. ഈ സീമാന് തന്നെ 2 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടും. പിന്നെ അപ്പൊ അതിനുള്ള കോഴ്സുകൾ കൂടുതൽ കിട്ടുന്നതുണ്ട് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ കോഴ്സുകളില്ല, കോളേജുകളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത കോഴ്സുകൾ മനസ്സിലാക്കുക. എനിക്കൊന്ന് പോളിടെക്നിക്കുകൾ, പിന്നെ ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ. ഈ സാധാരണ മറൈൻ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണം നമ്മുടെ ഈ പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ. അത് ചെറിയ ട്രെയിനിങ് കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ അതൊന്ന് വിപുലപ്പെടുത്തണം. നമുക്ക് വിസിലുകാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. വിസിലിന്റെ MD ആണ് പറഞ്ഞത്, ഞങ്ങൾ അത്യാവശ്യമുള്ള കോഴ്സ് അത് വളരെ യൂസ്ഫുൾ ആകും പിള്ളേർക്ക്. കാരണം വെച്ചാൽ വിഴിഞ്ഞം പോർട്ടിന്റെ ആവശ്യം അനുസരിച്ചാണ് അവർ ആ കോഴ്സ് നടത്തുക. മനസ്സിലായി സാർ. ഇത് ഇനിയിപ്പോ എഞ്ചിനീയറിംഗ് ഒക്കെ വിടുക, അതൊക്കെ വലിയ കോഴ്സുകളാണ്, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതാണെന്നുള്ള രീതിയിൽ അത് അവിടെ നിൽക്കട്ടെ, സ്ഥിതിയുള്ളവർ പഠിക്കട്ടെ. ഇങ്ങനത്തെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. പറഞ്ഞില്ലെന്നേ. മനസ്സിലായി. നമ്മൾ പ്യൂർലി ഫോക്കസ്ഡ് ഓൺ മറൈൻ ആണ് എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ ഈ താഴെ തട്ടിൽ ഇപ്പൊ ഫിറ്റർ, അത് മോശം താഴെത്തട്ടിൽ ഇൻ ദ സെൻസ് ഒരു എന്താ പറയുക, അത്രയധികം ചിലവില്ലാതെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് നമ്മുടെ IT തന്നെ ഉണ്ടല്ലോ, നിരവധി കോഴ്സുകൾ. അതൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ എക്യുപ്ഡ് ആണോ? നമ്മുടെ ഇവിടെ നാട്ടിൽ ഇഷ്ടംപോലെ IT-കളുണ്ട്, പ്രൈവറ്റ് ITC-കളുണ്ട്. അവർക്ക് ഈ ഫിറ്റർ, ടർണർ, പിന്നെ ഈ വെൽഡർ, ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് പെയിന്റർ. അദാനി നേരിട്ട് ജോലി കൊടുത്തില്ലെങ്കിലും അദാനിയുടെ വെണ്ടർമാർ വഴി വിഴിഞ്ഞത്തിന്റെ ഭാഗമാകാം. അതായത് ഇപ്പം അത് നിർത്തി. അദാനി നേരിട്ട് ജോലി കൊടുക്കുന്ന പരിപാടി നിർത്തി. അവർ ഔട്ട്സോഴ്സിംഗ് ആണ് മൊത്തം. കുറച്ചെങ്കിലും കാണത്തില്ല. അവർ ഞാൻ പറഞ്ഞ ഈ അവർക്ക് വേണ്ട സ്കിൽ സ്റ്റാഫിനെ മാത്രമേ അവർ എടുക്കുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴത്തെ ഞാൻ എളുപ്പത്തിന് ആളുകൾക്ക് മനസ്സിലാകാനായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴേ ഇപ്പോൾ അദാനി പോർട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ പോർട്ടില് ബർത്തുകൾ നമ്മൾ ഒരു കണ്ടെയ്നർ ഷിപ്പിന് കൊടുക്കുകയാണ്. ആ ബർത്ത് കൊടുത്ത് എത്ര മണിക്കൂർ അവിടെ ഇരിക്കുന്നു, എത്ര സാധനം. ബർത്ത് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം. ഈ ഷിപ്പ് വന്ന് അടുക്കുന്നതിനുള്ള ഇത് അതെന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ആണ്. ചുമ്മാ ഒന്നും അടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ 800 മീറ്റർ എന്തോ എക്സ്റ്റെൻഡ് ചെയ്യും. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇനി കൂട്ടണം. 2 കിലോമീറ്റർ പറഞ്ഞാൽ ഇതൊന്നും പോരാ. സെക്കൻഡ് ഫേസിലൊക്കെ അത് വരും. അതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർഷിപ്പ്, ആദ്യത്തെ മദർഷിപ്പ്, നമ്മുടെ മദർ പോർട്ട് നമ്മുടേതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്നത് 500 ഏക്കറാണ്. ഇവിടെ സ്കേഴ്സിറ്റി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, സ്കേഴ്സിറ്റിയാണ്. 500 ഏക്കറാണ് നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇത്രയും സൗകര്യമില്ലാത്ത, അതായത് 14 മീറ്ററിൽ കൂടുതൽ താഴ്ച ഉള്ള 14-15 അതേ ഉള്ളൂ തൂത്തുക്കുടിക്ക്. അത് വലിയ ഷിപ്പൊന്നും വരില്ല. 14-15 ഒന്നുമല്ല. ഇവിടെ 20, 25, 26 വരെ ഡെപ്ത് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ 30 ഉണ്ടെന്നും പറയുന്നു. എന്തായാലും 25 ആവറേജ് വെച്ചോ. 25 മീറ്റർ ഡെപ്ത് ഉണ്ട്. ഏത് മദർഷിപ്പ് വന്നാലും ലോകത്തെ ഇനി എത്ര വലുത് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്ക് ബർത്ത് 15 മറ്റുണ്ട്. 15 ബർത്ത് അവിടെ ഉണ്ട്. അപ്പോഴാണ് നമ്മളിവിടെ 800 മീറ്ററുള്ള ഒരെണ്ണം വെച്ചോണ്ടിരിക്കുന്നത്. കട്ടിച്ച് ഒരെണ്ണം വെച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. നമുക്കിപ്പോ ഇതെല്ലാം ഇനിയും അതിനകത്ത് ഒരുപാട് കേരളത്തിലെല്ലാം ഒരു 40 കൊല്ലം വൈകിയേ ഓടത്തുള്ളൂ. ഇനിയിപ്പോ കഴിഞ്ഞു. ഇപ്പൊ ആലപ്പുഴ എന്താ പറയാ ബൈപ്പാസ് 40 കൊല്ലം കൊണ്ട് വന്നു എന്ന് പറഞ്ഞ പോലെ വിഴിഞ്ഞവും യാഥാർത്ഥ്യമായി. അങ്ങനെ അനാസ്ഥയിൽ കണക്കരുത്. നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു കുഴപ്പം അതാണ്. ഇനിയെങ്കിലും നമ്മൾ തിരുത്തണം. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് വിഴിഞ്ഞത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. ഈ വിഴിഞ്ഞം കോറിഡോർ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം. നാവായിക്കുളം വരെ നമ്മൾ വിഴിഞ്ഞം നാവായിക്കുളം
ആ ഹൈവേ യാഥാർത്ഥ്യമാക്കണം. ഇതുവരെ അത് ക്യാബിനറ്റിൽ പോലും അപ്രൂവ് ആയിട്ടില്ല. ഇവൻ നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് ബാലരാമന്റെ കണക്ടിവിറ്റി. ആ കണക്ടിവിറ്റി പോലും നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഇതിന് 1200 കോടിയും കണ്ടാണ് അതിന്റെ പകുതി സ്റ്റേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഈ 600 കോടിക്ക് നമ്മൾ പിടിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ 10,000 കോടി നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്ന, അതുവഴി സ്റ്റേറ്റിന് കിട്ടുന്ന, അതിന് ഈ സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതമാണ് പോകുന്നത്. 600 കോടിക്ക് നമ്മൾ പിടിക്കുമ്പോൾ. മനസ്സിലായി. ഇപ്പൊ താങ്കൾ നേരത്തെ ഇത്രയും നേരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് ഡയറക്റ്റ് തൊഴിലവസരങ്ങളാണ്. ഇതിനേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു ഇൻഡയറക്റ്റ്. പിന്നെ ഈ പോർട്ടൽ വളരെ കൂടുതലാണ് എന്നറിയാമോ? എന്തൊക്കെ 500 ഏക്കറേ അവിടെ ഉള്ളൂ. പക്ഷെ ഇതിനൊരു 5000 ഏക്കർ ഉണ്ടെങ്കിലും പോരാ, 10000 ഏക്കർ ഉണ്ടെങ്കിലും പോരാ. അപ്പൊ അത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് സ്ഥലമുണ്ട്, സ്ഥലമുള്ളവർക്ക് വിറ്റ് കാശാക്കാം എന്നാണ്. അതായത് ലീസ് ഔട്ട് ചെയ്യാം, ഇതിന്റെ ലീസ് ഔട്ട് ചെയ്യാം, സ്വന്തമായിട്ടും ചെയ്യാം. കണ്ടെയ്നർ ഇറക്കി വെക്കാൻ നിങ്ങൾ സൗകര്യം കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഇപ്പൊ 50 ഏക്കർ വെക്കാൻ പറ്റില്ല. അപ്പോൾ 5 പേര് ചേർന്ന്, അല്ലെങ്കിൽ 10 പേര് ചേർന്ന്, അല്ലെങ്കിൽ 25 പേര് ചേർന്ന് ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ മതിൽ പോലും കെട്ടണ്ട, ചുമ്മാ കമ്പി വേലി ഇട്ട് കൊടുത്താൽ മതി. ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടെയ്നർ ഒരുത്തന്നെ എടുക്കാൻ പറ്റും. ഒരേടം കൊടുത്താൽ മതി. ഒരേടം കൊടുത്താൽ അത് ഇറക്കി വെക്കുന്നതിന് പോലും റെന്റ് കിട്ടും. നല്ല തുകയായിരിക്കുമല്ലോ, വൻ തുകയാണ്. കാരണം വിഴിഞ്ഞം റിംഗ് റോഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിന്റെ ഇരു വശങ്ങളിലും താമസിക്കുന്ന ആൾക്കാർക്ക്, പ്രോപ്പർട്ടി ഉള്ളവർക്ക് ഇത് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കാനുള്ള ഹബ്ബുകൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാം. അത് വീടൊന്നും പാടില്ല, മുഴുവൻ പ്ലെയിൻ സ്ഥലമായിരിക്കണം. വേറെ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യം ഒന്നും വേണ്ട, ഒരിടം കൊടുത്താൽ മതി, പറമ്പ് കൊടുത്താൽ മതി. അതായത് ഇതിലിപ്പോ കൊയ്യാൻ പോകുന്ന പറഞ്ഞോട്ടെ, ഇത് കൊയ്യാൻ പോകുന്ന കേരളമല്ല, കൊയ്യാൻ പോകുന്നത് തമിഴ്നാടാണ്. അവര് നാഗർകോവില്, കന്യാകുമാരി ജില്ല മൊത്തം, തിരുനെൽവേലി, ഇവിടെ മുഴുവൻ. അതായത് നിങ്ങൾ കളിമരം നട്ടാൻ കിളിക്കില്ല. കളിക്കവിള ഓൾറെഡി അവർ തുടങ്ങിക്കഴിഞ്ഞു, പച്ചക്കറി ഹബ്ബ് തുടങ്ങി. അല്ല, ഇത് അത് വേറെ. ഞാൻ പറഞ്ഞത് ഈ കണ്ടെയ്നർ വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് പോലെ അവർ തുടങ്ങി കഴിഞ്ഞു. മനസ്സിലായി. അവിടെ എല്ലാം സ്ഥലമൊക്കെ ആള് വെറുതെ കിടക്കുന്ന സ്ഥലമെല്ലാം ഇത് ഫില്ലാവും. ഞാൻ നമുക്ക് ഇതുപോലെ വിഴിഞ്ഞം മുതൽ നവായിക്കുളം മാത്രമല്ല, ആലപ്പുഴ വരെയും വേണമെങ്കിൽ കൊച്ചി വരെയും ഡെവലപ്പ് ചെയ്യാൻ. ഇതിലൊരു സംശയമുണ്ട് സാർ. അതായത് കപ്പൽ വന്നു, അതൊരു വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു സ്വകാര്യ കപ്പലായിരിക്കാം. അതിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ പല കമ്പനികൾക്ക് കൊണ്ടുപോകേണ്ടതായിരിക്കാം. ഇത് വന്ന് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പുരയിടം ലീസ് ഔട്ട് ചെയ്തെടുക്കുക? ഇതിനെല്ലാം ഏജൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കണമെങ്കിലും ഇതിനകത്ത് ഇറങ്ങിയാൽ പറ്റും. നിങ്ങൾ ഓരോരുത്തന്നെ പിടിച്ചു പറിക്കാനും മറ്റേ ക്രിമിനൽ ആക്ടിവിറ്റിയും മയക്കുമരുന്ന് കൊടുക്കാനൊന്നും പോണ്ട. പിള്ളേർക്കെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എന്റർപ്രണർ മൈൻഡ് ഉണ്ടെങ്കിൽ ഈ കാശ് വാര. കാരണം ഇതിനകത്ത് ഈ കണ്ടെയ്നർ ഇപ്പൊ പിന്നെ ഒരു ഷിപ്പ് വരുന്നതിന് അതിന് പോലും ഏജൻസ് ഉണ്ട്. ഒരു ഷിപ്പ് ഇവിടെ വരുന്നതിന്, ഇപ്പൊ ആ പോർട്ടിലേക്ക് ഒരു ഷിപ്പ് വരുന്നതിന് പോലും അതിന് ഏജൻസികളുണ്ട്. അതിനകത്തെ കണ്ടെയ്നർ എത്തിക്കുന്നതിന് ഏജൻസി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരു 80 കണ്ടെയ്നർ തിരിച്ചു പോകുമ്പോൾ 80 കണ്ടെയ്നർ ഇവിടെ ഇറക്കി, അല്ലെങ്കിൽ 50 കണ്ടെയ്നർ ഇവിടെ ഇറക്കി. ഈ 50 കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. ആ സാധനം ഒരെണ്ണം നടക്കണമെങ്കിൽ തന്നെ എത്രയോ 60 ടയറുള്ള ഒരു ലോറിയിൽ കൊള്ളുന്നതാണ് ഒരു കണ്ടെയ്നർ. ഇതുപോലെ 80,000-ഓളം കണ്ടെയ്നറുകൾ കൊണ്ടുവന്നിരിക്കും കേട്ടോ. ചെറിയ കണ്ടെയ്നർ ഉണ്ട്, അതിന്റെ ഈ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. മനസ്സിലായി. അതിന് 2 ടൈപ്പൊക്കെ കാണും. ഒന്ന് ജൈജാന്റിക് ഒരു സാധനങ്ങൾ, ഇത് ഫില്ല് ചെയ്ത് കറക്റ്റ് ആ ഷേപ്പ് കറക്റ്റ് ആക്കി. മനസ്സിലായി. ഇൻഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരെണ്ണം ഈ പറയുന്ന സ്ഥലം ലീസ് ഔട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയാ? രണ്ടാമത്, ഇതിന്റെ ഇപ്പൊ പച്ചക്കറി പറഞ്ഞില്ലേ, ഈ കടലിൽ കൂടെ കൊണ്ടുപോകേണ്ട എല്ലാ സാധനത്തിന്റെയും ഈ മദർഷിപ്പ് വരുമ്പോൾ ഇവിടെ വരും. അതായത് എക്സ്പോർട്ട് ചെയ്യേണ്ട എല്ലാം ഇപ്പൊ കാർ മാനുഫാക്ചറിങ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കാറുണ്ടെന്ന് വിചാരിച്ചു. ആ കാറ് പിന്നെ ജംഷഡ്പൂരിലോ അല്ലെങ്കിൽ പിന്നെ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഒക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് വലിയ പാടാണ്. അപ്പൊ എന്താ അത്രയും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും പോകും. അപ്പൊ എന്താ ചെയ്യുക? സ്ഥലം ഉള്ളിടത്തുനിന്ന് അവർ സ്ഥലം എടുക്കും. സ്ഥലം ഉണ്ടെങ്കിൽ വിഴിഞ്ഞെടുക്കും. ഇവിടെ കാർ ഉണ്ടാക്കുന്നതാണോ? ഇവിടെ കാർ ഉണ്ടാകും. ഇവിടെ ഫാക്ടറി തുടങ്ങും. കേരളത്തിൽ ഇത് പോസിബിൾ ആണോ? കേരളത്തിൽ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാടിനാണ് ഈ സ്കോപ്പ് എന്ന്. നാഗർകോവിൽ ഒരെണ്ണം തുടങ്ങിയാൽ മതി, തിരുനെൽവേലി തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിൽ കളിയിക്കാവിള തുടങ്ങിയാൽ മതി. അല്ല, അവിടെ ഇപ്പം സപ്പോസ് നമുക്കിപ്പം ഈ ബോർഡറിൽ തന്നെ കളിയിക്കാവിള ഭാഗത്ത് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നാഗർകോവിൽ തന്നെ ഒരു യൂണിറ്റ് തുടങ്ങുന്നു, എന്നിട്ട് അവര് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാവും? അവിടെ നിന്ന് നമുക്ക് പ്രയോജനം, നമ്മുടെ മണ്ണിൽ നിൽക്കണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനം, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ അവർക്ക് ടാക്സ് കിട്ടും, അവര് ഫ്ലറിഷ് ചെയ്യും, അവരുടെ ഇൻകം കൂടും.
മനസ്സിലായി. അപ്പൊ നമ്മുടെ ചെലവിൽ അവർക്ക് കിട്ടും. അത് ദോഷമല്ല. എന്നറിയാമോ, എങ്ങനെ വന്നാലും നമ്മുടെ പിള്ളേർക്ക് കുറച്ച് പണി കിട്ടുമല്ലോ. ഇവിടെ തമിഴരാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് തടക്കേണ്ട കാര്യമില്ല. തൊഴിലവസരം ഉണ്ടാവും. തൊഴിലവസരങ്ങൾ വേറെ എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് വേറെ അവസരങ്ങൾ എന്തൊക്കെയാണ്? പുതിയ കമ്പനികൾ വരും, വസ്തു ലീസ് ഔട്ട് ചെയ്യാം, പിന്നെ എന്താ അവസരം? പിന്നെ കാർഗോ ഇൻഡസ്ട്രി തന്നെയുണ്ട്. ഇതിനകത്ത് പാക്കിംഗ് മുതൽ ഈ സാധനത്തിന്റെ ഏജൻസി എടുക്കുന്നത്, ഇത് സേഫ് ആയിട്ട് കൊണ്ട് ഇവിടെ എത്തിക്കുന്നത്, പാക്കിംഗ് രംഗത്തൊക്കെ ജോലികൾ കിട്ടും. അങ്ങനെ ധാരാളം ജോലികളുണ്ട്. പിന്നെ ഇത് തിരിച്ച് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത്, ഈ വിഴിഞ്ഞം തുറമുഖത്തോട് അനുബന്ധമായ ഏജൻസിയുടെ ജോലി തന്നെ വളരെ വലുതാണ്. മനസ്സിലായി സാർ. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ എന്തോ ഒരു ടൗൺഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ ഇത് വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രംഗത്ത് ഹോസ്പിറ്റാലിറ്റി രംഗത്തൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. വേറെ ഒന്നാണ്, അത് ഈ ഒരു വയബിലിറ്റി പ്രോബ്ലം ഉണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ബർത്ത് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്നൊന്നും അങ്ങനെ വലിയ ലാഭകരമായിട്ട് ഇതിനകത്ത് ഇതും പോരാ. ഒരു 30,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താലേ നമ്മൾ ഒരു 5 വർഷത്തിനെങ്കിലും ഇതൊരു വിധം നമ്മുടെ ആ മദർഷിപ്പിന്റെ ആ ഒരു മുഴുവൻ സംഗതി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. 30,000 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, 25 കുറഞ്ഞത്. ഇപ്പൊ ഈ അദാനി 20,000 കോടി എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വിട്ടു നൽകിയതിൽ നല്ലൊരു വിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഒരേ പണി, അവർക്കത് മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ ആ മേഖലയിൽ മാത്രമാണ് അവർ ജീവിച്ചിട്ടുള്ളത്. ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി പണി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അവരെ എങ്ങനെയൊക്കെ ആയിരിക്കും അദാനി ഗ്രൂപ്പ് അക്കോമഡേറ്റ് ചെയ്യുക? അതും ഡയറക്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിരിക്കുമോ? പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡൈവേഴ്സ് ഇങ്ങനത്തെ കുറെ ജോലികളുണ്ടല്ലോ. ഡ്രൈവർമാരുടെ പണി കിട്ടും. ഡൈവേഴ്സ് ഷിപ്പിന്റെ അടിയിൽ പോയി ജോലി ചെയ്യേണ്ടവര്, പെയിന്റ് അടിക്കേണ്ടവര്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ അറ്റകുറ്റപ്പണികളൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട് ഈ അൺസ്കിൽഡ് ലേബറേഴ്സ് ഒരുപാടുണ്ട്. എത്ര പേർക്ക് പണി കിട്ടും? നാമമാത്രമായിട്ടല്ലേ ഉണ്ട്? മാത്രമായിട്ട് കിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഏജൻസി വഴി അവർക്ക് കിട്ടും. കാർഗോ നമുക്ക് എല്ലാവർക്കും അദാനി തന്നെ നേരിട്ട് വിളിച്ച് ഓഫർ ലെറ്റർ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അദാനി ഇവിടെ ഒരു പോർട്ട് നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വെൻഡേഴ്സ് ആയിട്ടുള്ളവർ നിയമിച്ചാൽ മതി. എങ്ങനെയായാലും നമ്മുടെ ആൾക്കാർക്ക് പണി കിട്ടും, യാതൊരു സംശയമില്ല. അപ്പൊ ഈ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ലൈഫ് ഉണ്ടാവും. ബെറ്റർ ലൈഫ് ഉണ്ടാവും. അപ്പൊ അത് ഡൈവേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേറെ എന്തൊക്കെയാ പ്രതീക്ഷിക്കാൻ സാധിക്കുക? അതായത് ഒരു പിന്നെ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടൗണാണ്. ഈ ടൗണിൽ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം ചൊല്ലാണ്. ഇപ്പൊ ഷിപ്പിൽ വരുന്നവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്, പ്രാദേശികമായിട്ട് കാറ്ററിംഗ് യൂണിറ്റുകളൊക്കെ ഒരുപാടുണ്ടാവും. സ്ത്രീകൾക്ക്, കുടുംബശ്രീക്കാർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവും ധാരാളം. കുടുംബശ്രീക്കാർക്ക് ഉണ്ടാവും, ഹൈ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് അമേരിക്കൻ പ്ലാൻ അനുസരിച്ച് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ സായിപ്പ് വരുന്നത് നമ്മുടെ സാമ്പാറും ഇഡലിയും കഴിക്കാനല്ല, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർക്കൊക്കെ അവസരങ്ങൾ കഴിഞ്ഞവർക്ക് ഭയങ്കരമായ അവസരമുണ്ട്. കാറ്ററിംഗ് യൂണിറ്റുകൾ ഒത്തിരി സ്ഥാപിക്കേണ്ടി വരും അവിടെ. ഇത് നേരെ ഫ്ലറിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അത് വരും. ഇന്നല്ലെങ്കിൽ 5 വർഷത്തിനകം ഇത് ഫ്ലറിഷ് ആവും. കാരണം ഇത് ഈ ഒരു പോസിബിൾ ഇതിന് കോമ്പറ്റീറ്റർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ശരിക്കും. ഇപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ 10 മുതൽ 12 വരെ ഉള്ളവർക്കും അഗ്രസീവായിട്ട് ചിന്തിച്ചു തുടങ്ങാം. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ, അവൾക്ക് 5 വർഷം ശരിയാണ്. 8 മുതൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 8 മുതൽ 12 വരെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഇപ്പോഴേ മനസ്സിലാക്കണം വിഴിഞ്ഞം എങ്ങനെ എന്റെ കുടുംബത്തിന് ഉപയോഗപ്പെടും. പിന്നെ ഇനി ഒന്നും പഠിക്കാത്ത ആളിനും ഇതിനകത്ത് ഭയങ്കര സ്കോപ്പ്. എങ്ങനെയാ? അതെങ്ങനെയാ? പിന്നെ അവരെയും പരിഗണിക്കണമല്ലോ. അവർക്കാണ് കൂടുതൽ സ്കോപ്പ്. കാശ് അടിക്കുന്നപ്പോഴും അവരാണ്. ഈ ലാൻഡ് ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ച് ലാൻഡ് കിടപ്പുണ്ട്, ഞാൻ കുഴിമടിയനാണ്, എനിക്കിതൊന്നും അത് ലീസിന് നിങ്ങൾ മേടിക്കുക, എന്നിട്ട് കണ്ടെയ്നർ വെക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കുക. ഇനി അതായത് എന്റെ കയ്യിൽ വസ്തുവൊന്നുമില്ല, പക്ഷെ വേറൊരാളുടെ കയ്യിൽ വസ്തു ഞാൻ 15 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ലീസിന് എടുക്കുന്നു, ഇത് മറിച്ചടിക്കുക. എന്നിട്ട് ഇവിടെ മറിച്ചടിക്കല്ല, ഇത് വേണമെങ്കിൽ വീണ്ടും സബ്ലെറ്റ് ചെയ്യാം. അവർ സമ്മതിക്കുമെങ്കിൽ സബ്ലെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നടത്തിക്കൊണ്ട് ഈ കണ്ടെയ്നറുകൾ വെക്കാനുള്ള സൗകര്യം കൊടുക്കാം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കാം, ഫ്യൂവലിങ്ങിനുള്ള സൗകര്യം കൊടുക്കാം, കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള പൈസ സംരംഭം കൊടുക്കാം. ഇങ്ങനെ ഒരുപാട്. ഇപ്പം ടെക്സ്റ്റൈൽ, ഇപ്പം പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് തന്നെ ഉത്പാദിപ്പിച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അവിടെ പിന്നെ മെക്കാനിക്കൽ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കാറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ പല മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ സ്പേസ് വേണ്ടേ? ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ നേരത്തെ പറഞ്ഞു പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇവിടെ വരുമെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കേരളത്തിന്റെ ഒരു രീതിശാസ്ത്രം വെച്ചിട്ട് അതൊക്കെ ഇവിടെ നടക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ കാർ യൂണിറ്റ് ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ വന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകാം എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാരിന്റെ അതാണ് പോയിന്റ്. ഇച്ഛാശക്തി പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ
കേരളത്തിലെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായാൽ അത് ഏതൊക്കെ മേഖലകളിലായിരിക്കാം? നമുക്ക് ഹൈപ്പത്തറ്റിക്കലാണ്, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിക്ഷേപം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഹബ്ബുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? ഇപ്പൊ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് തന്നെ പറഞ്ഞു തുടങ്ങി ട്രിവാൻഡ്രം കന്യാകുമാരി കോറിഡോർ വേണം. അപ്പോ അവരാണ് ഇതിന്റെ പിന്നാലെ ഉള്ളത്. പിന്നാലെയുള്ളത് കാരണം അവര് സ്റ്റാലിനെ പോയി കണ്ടു. കാരണം ഇവിടെ ഉള്ളവർക്ക് കത്തുന്നതിന് മുന്നേ അവർക്ക് കത്തി, കച്ചവടക്കാർക്ക് പിടികിട്ടി. ഇത് എന്തുകൊണ്ടാണ് അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. ഇവിടെ കിട്ടുന്നതിനേക്കാൾ പിന്നെ ഹഗ്ഗിങ് അവിടെ കിട്ടുകയാണ്. സ്റ്റാലിനെ പോയി കണ്ടതിന് ശേഷമാണ് അവിടെ കളിക്കാനുള്ള പച്ചക്കറി ഹബ്ബ് തുടങ്ങിയത്. ഇവിടെയുള്ള കച്ചവടക്കാർ പോയി കണ്ടിട്ടാണ് പോയി കണ്ടത്. അതായത് ഈ കേരള ഗവൺമെന്റിനേക്കാൾ സ്പീഡി ആയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ അവർ തയ്യാർ. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇവിടെ ഈ തുറമുഖത്ത് വലിയ വിവാദം ഉണ്ടായല്ലോ. അവിടെ കടൽ അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, വിഴിഞ്ഞത്ത് മണ്ണടിയുന്നു, കര ഇല്ലാതാകുന്നു, കര അപ്പുറത്ത് കൂടുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതേ പ്രതിഭാസം ഇതൊരു പോർട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. പോർട്ടിന് നമ്മൾ ഡ്രഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ കടലെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു മഴ പെയ്താൽ വെള്ളം ഒലിക്കുമ്പോൾ മണ്ണ് എവിടെ പോയി കിടക്കും നമുക്കറിയാമല്ലോ. ഇങ്ങനെ കൂന ചിലയിടത്തൊക്കെ കൂടി നിൽക്കും. റോഡിൽ അങ്ങനെ കൂന കൂടി ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ കടലിന്റെ ഫോഴ്സ്. അപ്പൊ ഈ മണലിന് ചെറിയ വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ഇതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ഇത്തരം ഇൻവെസ്റ്റ്മെന്റും ആക്ടിവിറ്റിയും നടത്തുമ്പോൾ ഇതൊക്കെ വരും. പക്ഷെ നമ്മൾ എന്തൊരു ബഹളമാണ്. അയ്യോ കടലെടുത്തോണ്ട് പോയി, അദാനി വന്ന് ഇതെല്ലാം തൊലച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹളം വെക്കുന്നു. കാര്യമില്ല. ഇതേ കാര്യം അപ്പുറത്ത് സംഭവിച്ചു. നാർവോയിൽ ഈ നമ്മുടെ ഈ കോസ്റ്റ് ലൈൻ കന്യാകുമാരിക്ക് പോകുന്ന കോസ്റ്റ് ലൈനിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ബളം ഉണ്ടാക്കിയപ്പോൾ എന്തറിയുമോ? അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ പാർട്ടിയും പറഞ്ഞു മിണ്ടായി, അവിടെ സാധനം ഇതിനേക്കാൾ വലിയ സാധനം നിങ്ങൾക്ക് ഇവിടെ വരും, ബളം വെക്കാൻ കാത്തിരിക്കുക. അവിടെ ഇത് വിവാദം ഉണ്ടായില്ലല്ലോ. അവിടെ ഇതുപോലെ കര പോയി. പക്ഷെ ഇവിടെ എന്തൊരു ഇതാണ്, 15 മത്സ്യത്തൊഴിലാളികൾ 50 മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യരുന്നല്ല, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. പക്ഷേ അനാവശ്യമായ അനാവശ്യമായ വിപ്ലവം അതിന്റെ പുറത്തുണ്ടാക്കി ചിലർ പൊളിറ്റിക്സ് കളിക്കുന്നതാണ്. അതാണ് ഞാൻ പ്യുവർ പൊളിറ്റിക്സ്, പ്യുവർ കാസ്റ്റ്, പ്യുവർ റിലീജിയൻ. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. മനസ്സിലായി. ഇപ്പൊ താങ്കളുടെ വാക്കുകളുടെ ഒരു രക്തം ചുരുക്കം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ രക്ഷിത പഠിക്കുന്നവനും പഠിക്കാത്തവനും കരുതിയിരുന്നോളൂ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ. സ്കൂളിൽ പോകാത്തവനും സ്കോപ്പ് അവർക്കാണ് ഭയങ്കര സ്കോപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പത്രത്തിന്റെ തലക്കെട്ട് പോലെ വികസനം കടലോളം വികസനമാണ്. വരട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, കപ്പലുകൾ ഇനിയും വരട്ടെ, വിഴിഞ്ഞം വികസിക്കട്ടെ. നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ 500 ഏക്കറിൽ നിൽക്കുകയാണ്. ഇപ്പം വാതാവൻ എന്ന് പറഞ്ഞൊരു പോർട്ട് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഇപ്പോൾ ആകാൻ പോകുന്നത് അതാണ്. 4.5 കിലോമീറ്റർ സർക്കാർ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. 76,600 കോടിയോ മറ്റാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റ് വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വാധാവൻ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ സെൻട്രൽ മഹാരാഷ്ട്ര ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഭാഗത്ത് വരുന്നതാണ്. ആ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പോർട്ടായിട്ട് വരാൻ. പക്ഷെ എന്നാലും മത്സരിക്കാൻ പറ്റില്ല. ദൈവം നമുക്ക് തന്ന നിധി, ഈ ഡെത്ത്, ഇത് ഇന്ത്യയിൽ ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി സാർ. ഇപ്പൊ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് കടലോളമാണ്. എത്രത്തോളം അത് വികസിക്കുമെന്ന് നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ നമ്മുടെ എന്റർപ്രണേഴ്സും എത്രത്തോളം ഉത്സാഹം കാണിക്കുമോ അതനുസരിച്ചായിരിക്കും നമ്മുടെ വികസനം. നോക്കാം. നന്ദി.